ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിക്കിക്കൂറിൽ പുഴയുടെ കിഴക്ക് കരയിൽ ഒരു ചെറിയ കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ഒരു പരാശക്തി ക്ഷേത്രമാണ് മാമാനം ശ്രീ മഹാദേവി ക്ഷേത്രം അഥവാ മാമാനിക്കുന്ന് ശ്രീ ഭഗവതി ക്ഷേത്രം. കേരളത്തിലെ പൗരാണികമായ കൗളമാർഗ പൂജ സമ്പ്രദായം നിലനിൽക്കുന്ന പ്രമുഖ ശാക്തേയ ഭഗവതി ക്ഷേത്രങ്ങളിലൊന്നാണ് ഇരിക്കിക്കൂർ മാമാനിക്കുന്ന് ശ്രീ മഹാദേവി ക്ഷേത്രം. ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം ജഗദീശ്വരിയെ ആദിപരാശക്തിയായാണ് മുഖ്യപ്രതിഷ്ഠ. ശാക്തേയ ആചാര്യപ്രകാരം പൂജ എന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. കല്യാട താഴത്തുവീട് വകയായിരുന്ന ഈ ക്ഷേത്രം ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ ജില്ലയുടെ മാടായി, കളരിവാതുക്കൽ, പള്ളിക്കുന്ന് എന്നീ ദുർഗാക്ഷേത്രങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നു ഈ ക്ഷേത്രം. പിന്നെ ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ മഹാവിഷ്ണു, ഗണപതി, ദേവി എന്നിവയാണ്. പിന്നെ ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങൾ പ്രതിഷ്ഠാദിനവും വാർഷികോത്സവവുമാണ്. പിന്നെ വിശേഷ ദിവസങ്ങൾ വിഷ്ണുവിന് വ്യാഴാഴ്ചകളും തിരുവോണ നക്ഷത്ര നാളും പ്രാധാന്യം. ദേവിക്ക് ചൊവ്വാഴ്ചകളും വെള്ളിയാഴ്ചകളുമാണ് ഇവിടെ പ്രധാനമായി വരുന്നത്. ഐതിഹ്യമനുസരിച്ച് മാമാനിക്കുന്ന് മഹാദേവിയുടെ ആരൂഢസ്ഥാനം ഇവിടെയാകുന്നു. ആദിപരാശക്തി ദുർഗാ ഭദ്രകാളി ഭാവത്തിൽ ആണ് പ്രധാന പ്രതിഷ്ഠയായ ഭഗവതി ആരാധിക്കപ്പെടുന്നത്. പരമശിവൻ, ഗണപതി, വീരഭദ്രൻ, ശാസ്താവ്, ക്ഷേത്രപാലകൻ, നാഗരാജാവ് എന്നീ ഉപദേവതാ പ്രതിഷ്ഠകളും ഉണ്ട്. ശ്രീകോവിൽ മഹാദേവിക്കൊപ്പം അഷ്ടമാതൃകളും 64 യോഗീനമാരും ഗണപതിയും വീരഭദ്രനുമായി കുടികൊള്ളുന്നതാണ്. ഭഗവതിയുടെ തൊട്ടുമുന്നിലായി പരമശിവനെ പ്രതിഷ്ഠിപ്പിച്ചിട്ടുണ്ട്. കണ്ണൂർ നഗരത്തിൽ നിന്നും റോഡ് മാർഗം 30 കിലോമീറ്ററും യാത്ര ചെയ്താൽ ഇവിടെ എത്താം. തലശ്ശേരി നിന്നും ചാലോട് വഴി 27 കിലോമീറ്റർ ദൂരം. തളിപ്പറമ്പ് നിന്നും ഇരിക്കിക്കൂർ വഴിയിലെ ബസ്സിൽ 28 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം. അടുത്ത റെയിൽവേ സ്റ്റേഷനുകൾ തലശ്ശേരിയും കണ്ണൂറുമാണ്. ബ്ലാത്തൂർ റോഡിൽ നടു 2 കിലോമീറ്റർ കിഴക്കായി ശ്രീ കണ്ണങ്കോട് മഹാവിഷ്ണു ക്ഷേത്രം ആണ് മാമാനം ദേവി ക്ഷേത്രത്തിൻ്റെ ആരൂഢസ്ഥാനമായി കണക്കാക്കപ്പെടുന്നത്. പണ്ട് കാലത്ത് ഈ പ്രദേശത്ത് മഹാക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നതിൻ്റെ ആവിഷ്ടിഷ്ട തെളിവുകൾ ഇപ്പോഴുമുണ്ട്. കണ്ണങ്കോട്, ചേറ്റുവട്ടി, പല്ലൂൾ എന്നിവിടങ്ങളാണ് നിന്നും മഹാക്ഷേത്രാവശിഷ്ടങ്ങളും ലഭിച്ചിട്ടുണ്ട്. പരശുരാമൻ്റെ യജ്ഞഭൂമിയായിരുന്നു ഇവിടം എന്നും വിശ്വസിക്കപ്പെടുന്നു. നിരവധി ഋഷിമാർ തപസ് ചെയ്യുന്ന ഇടമാണ് പുഴക്കരയിലെ ഈ കുന്ന്. അതിനാൽ ഈ സ്ഥലത്ത് മാമോനിക്കുന്ന് എന്ന് പേര് വിളിച്ചതെന്നും പിന്നീട് ലോപിച്ച് മാമാനിക്കുന്ന് എന്നായി എന്നും കരുതുന്നു. അപ്പോൾ ഞാൻ ഇനി ഒരു വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് എന്തായാലും വരുന്നതാണ്. അപ്പോൾ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുവരേക്കും ഓക്കെ, ബായ്.